നിവിൻ പോളിക്ക് താങ്കളെ അറിയാമോ ശരിക്കും? പടച്ചോടാണ് മാമ, ഞമ്മക്ക് ചെയ്താൻ അറിഞ്ഞൂടാ. അതെ, എന്നെ അറിയാം. ഈ വാട്സപ്പ് ചാറ്റ് ചെയ്തിട്ടില്ല, എന്റെ തെളിവുകളൊന്നും ഇല്ല എന്ന് പറയുന്നത് ഈ ചെയ്ത ഫോണുകൾ പുള്ളിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് പുള്ളി ഇത്ര ശക്തമായി പറയുന്നത് എന്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല എന്ന്. നിങ്ങൾ ഈ പറയുന്നത് അടിസ്ഥാനമില്ലാത്ത ആരോപണം ഉന്നയിക്കരുത്. അല്ല, നിവിൻ പോളി താങ്കൾക്ക് അയച്ച വാട്സപ്പ് ചാറ്റിന്റെ ഫോൺ എങ്ങനെയാണ് നിവിൻ പോളിയുടെ കയ്യിലാവുക? താങ്കളുടെ ഫോണിൽ തെളിവുണ്ടാവണ്ടേ? കാരണം ഞാനൊരു 3-4 ദിവസം അവിടെ ലോക്ക്ഡ് ആയിരുന്നു. അപ്പൊ അന്ന് അവരത് പിടിച്ചെടുത്താണ്. തിരിച്ച് നാട്ടിലോട്ട് കയറി രക്ഷപ്പെട്ടു പോകുന്ന സമയത്ത് എനിക്ക് ഇതൊന്നും എടുത്തോണ്ട് വരാൻ പറ്റിയില്ല. ഇവരുടെ കയ്യിലായിരുന്നു ഈ ഫോണൊക്കെ. പിന്നെ ഇവരെ എന്റെ അവിടെ വെച്ചിട്ട് എന്നെ റൂമിൽ ലോക്ക് ചെയ്തിട്ട് എന്റെ വീട്ടില് ഇവരെ ആരോ വന്ന് ക്യാമറ വെച്ചു ബെഡ്റൂമിൽ. ക്യാമറ വെച്ചിട്ട് എന്റെ ഹസ്ബൻഡിന്റെ വൈഫൈ ഹാക്കുകയും മെയിൽ ഐ ഡി ഹാക്കുകയും ചെയ്തു. രാമദാസ മോനെ, നീ പറയുന്നത് നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുന്ന ക്യാമറ. ഞങ്ങൾക്ക് കോൾ വരുമ്പോൾ അത് കേട്ടോണ്ടിരിക്കുന്നത് ഇവരാണ്. അതായത് അവരാണ് കോൾ എടുക്കുന്നത്. അതായത് ഷാജിയേട്ട്, നമ്മൾ പോലും അറിയാതെ അധോലോകമായി മാറി കഴിഞ്ഞിരിക്കുന്നു ഷാജിയേട്ടാ. അപ്പോൾ താങ്കൾക്ക് ഈ ടിക്കറ്റ് എങ്ങനെയാണ് കിട്ടിയത്? ആരാണ് തന്നത് ടിക്കറ്റ് നാട്ടിലോട്ട് പോകാൻ? അതായത് മേക്ക് മൈ ട്രിപ്പ് വഴി എന്റെ ഹസ്ബൻഡ് എനിക്ക് ഫോണിൽ സെൻഡ് ചെയ്ത് വരെ ചെയ്യാൻ. ആ ഫോൺ പക്ഷേ നിവിൻ പോളിയുടെ കയ്യിലല്ലേ? കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പേടിച്ചിട്ടാ? പണ്ട് എനിക്ക് അങ്ങനെയാ, പേടിച്ചെനിക്ക് കണക്കേറ്റി പോകും. കാരണം അത് എന്റെ 2 ഫോൺ ഉണ്ടായിരുന്നു യൂസ് ചെയ്ത. നാട്ടിലെ സിമ്മിട്ട് ഒരു ഫോണും, അതായത് ദുബായിൽ യൂസ് ചെയ്യുന്ന ഒരു ഫോണുമായിരുന്നു എന്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ശരി, ചത്താ ഞാൻ നാളെ വരാം. അല്ല, ചത്തില്ലെങ്കിൽ ഞാൻ നാളെ വരാം.